CPM ലോക്കൽ സമ്മേളനത്തിൽ കയ്യാങ്കളി. സമ്മേളനം നിർത്തിവെക്കേണ്ട ഗതികേടിലാണ് CPM. കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ CPM ലോക്കൽ സമ്മേളനത്തിൽ കയ്യാങ്കളി. നേതൃത്വം ഏകപക്ഷീയമായി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ നിശ്ചയിച്ചതിനെതിരെയാണ് പ്രതിഷേധം. കയ്യാങ്കളിയെ തുടർന്ന് സമ്മേളനം നിർത്തിവെച്ചു. ഇത് രണ്ടാം തവണയാണ് തൊടിയൂർ സമ്മേളനം നിർത്തിവെക്കുന്നത്. മുൻപ് സമ്മേളനം നിശ്ചയിച്ച സമയത്ത് 7 പേർ മത്സരിക്കാനായി രംഗത്തെത്തിയിരുന്നു. ഇവരെ പിന്തിരിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരുന്നു. എന്നാൽ ഇത് ഫലം കാണാത്തതിനെ തുടർന്ന് അന്ന് സമ്മേളനം നിർത്തിവെക്കുകയായിരുന്നു. ബുധനാഴ്ച വീണ്ടും സമ്മേളനം നടത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് തീരുമാനിച്ചത്. 87 സമ്മേളന പ്രതിനിധികളുണ്ടായിരുന്നു. അതിൽ 7 അംഗങ്ങൾ വീണ്ടും മത്സരിക്കാനായി രംഗത്തെത്തി. മത്സരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന ഭീഷണി സംസ്ഥാന നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായാണ് സൂചന. എന്നാൽ ഭീഷണി മുഖവിലയ്ക്കെടുക്കാതെ പാർട്ടി അംഗങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു. 87 പേരിൽ 17 പേർ മാത്രമാണ് നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചത്. ബാക്കി 70 പേർ എതിർപ്പുമായി രംഗത്തെത്തി. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ സമ്മേളനം നിർത്തിവെച്ചു. ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ അടുപ്പക്കാരനായ ബാർ മുതലാളിയെയും മറ്റൊരു കൊട്ടേഷൻ സംഘത്തെയും ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചെന്നാണ് മറുഭാഗം പറയുന്നത്. ഇത് ഒഴിവാക്കാനാണ് 7 പേർ മത്സരിക്കാനായി രംഗത്തെത്തിയതെന്നും ഇവർ പറയുന്നു. VC വിഷയത്തിൽ ഗവർണറും സർക്കാരും നേർക്കുനേർ. കണക്ക് പിഴച്ച സർക്കാർ കരുതിക്കൂട്ടി ഗവർണർ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് താൽക്കാലിക VCമാരെ നിയമിച്ചത് അംഗീകരിക്കില്ലെന്ന് മന്ത്രി R ബിന്ദു വ്യക്തമാക്കിയതോടെ വിഷയം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമായി. ഒപ്പം ഗവർണറെ ഒരിടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയമായി നേരിടാൻ CPMഉം LDFും രംഗത്ത് വരികയാണ്. സർക്കാരിന്റെ പാനലിലെ എല്ലാവരെയും തള്ളിയ ഗവർണർ സർക്കാരിന്റെ കണ്ണിലെ കരടായ ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് വലിയ പ്രകോപനമായാണ് CPM കാണുന്നത്. സർക്കാരിന്റെ താൽപര്യത്തിന് കണ്ണൂരിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയത് ഗവർണർ ആയിരുന്നെങ്കിലും അത് വിവാദമാക്കിയതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടായിരുന്നു. സർക്കാർ നിർബന്ധിച്ചെന്ന ഗവർണറുടെ തുറന്നു പറച്ചിലാണ് വിവാദം കത്തിച്ചത്. സർക്കാർ ഇടപെട്ടെന്ന് കാട്ടി ആ നിയമനം സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ പുനർനിയമനം സർക്കാർ ആവശ്യപ്പെടാതെ ഗവർണറുടെ താൽപര്യത്തിലായിരുന്നു. ഗോപിനാഥ് രവീന്ദ്രന്റെ കാര്യത്തിൽ ഗവർണർ തങ്ങളോട് ചെയ്തത് മോഹൻ കുന്നുമ്മലിന്റെ കാര്യത്തിൽ സർക്കാർ ഗവർണറോട് ചെയ്തില്ല. അതിന് കൃത്യമായ കാരണമുണ്ടായിരുന്നു. ഡിജിറ്റൽ സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ സജി ഗോപിനാഥിന് സാങ്കേതിക സർവകലാശാലയിൽ VCയുടെ ചുമതല ഗവർണർ നൽകിയേക്കുമെന്ന് സർക്കാർ കരുതി. ഒപ്പം ഡിജിറ്റലിൽ ഡോക്ടർ MS രാജശ്രീയുടെ നിയമനവും സർക്കാർ പ്രതീക്ഷിച്ചു. രാജശ്രീക്ക് നേരത്തെ KTU VC സ്ഥാനം നഷ്ടപ്പെട്ടതിൽ ഗവർണർ സഹതാപം പ്രകടിപ്പിച്ചിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് മറ്റ് VCമാരെ ഗവർണർ പുറത്താക്കിയപ്പോൾ സജി ഗോപിനാഥിനോട് വിശദീകരണം ചോദിച്ചതല്ലാതെ പുറത്താക്കിയില്ല. ഈ മൃദു സമീപനം ഇവരോട് ഗവർണർ തുടരുമെന്ന് കരുതിയാണ് സർക്കാർ അണനയം പുറത്തെടുത്തത്. വകുപ്പ് മന്ത്രിയും പാർട്ടിയുടെ അധ്യാപക സംഘടനകളും ചില പ്രതിഷേധങ്ങൾ ഉയർത്തിയതല്ലാതെ മോഹൻ കുന്നുമ്മലിന്റെ നിയമനത്തെ സർക്കാർ നേരിട്ട് എതിർക്കാതിരുന്നത് ഇക്കാരണത്താലാണ്. എന്നാൽ തങ്ങൾ കാണിച്ച മര്യാദ ഗവർണർ തിരിച്ചു കാണിച്ചില്ലെന്ന് സർക്കാർ കരുതുന്നു. ഈ സാഹചര്യത്തിൽ കോടതി വഴിയും രാഷ്ട്രീയമായും ഗവർണറെ നേരിട്ടേക്കും. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനം, ഗവർണറുടെ നടപടി ചട്ടങ്ങൾ ഏകപക്ഷീയവും ചട്ടലംഘനവും എന്ന് പറഞ്ഞ CPM രംഗത്തിറങ്ങിയതോടെ കാര്യങ്ങൾ തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ്. EP ജയരാജന്റെ ആത്മകഥാ വിവാദം അന്വേഷണ റിപ്പോർട്ട് മടക്കി DGP. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് മടക്കി DGP. റിപ്പോർട്ട് അവ്യക്തമാണെന്നും വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നും കോട്ടയം SPക്ക് നിർദ്ദേശം നൽകി. ആത്മകഥ ചോർന്നതിലും EP ജയരാജന്റെയും രവി DCയുടെയും മൊഴിയിലും റിപ്പോർട്ടിൽ വ്യക്തതയില്ല. കാട്ടിലെ തടി തേവരുടെ ആന. വലിയട വലി. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതിൽ 1488 സർക്കാർ ജീവനക്കാരുമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ സർക്കാർ ജീവനക്കാരും 1488 സർക്കാർ ജീവനക്കാരാണ് ശമ്പളത്തോടൊപ്പം അനധികൃതമായി ഈ പെൻഷൻ വാങ്ങുന്നത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും അസിസ്റ്റന്റ് കോളേജ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും അടക്കം ഇങ്ങനെ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി. നവീൻ ബാബുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച് K സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയും CPMഉം ചെയ്തത് ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ചതി. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതൃത്വവും ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ചതി നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ചെയ്തെന്നും ആദ്യം മുതൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി ഘടകവും കൊലയാളികൾക്കൊപ്പമായിരുന്നുവെന്നും PP ദിവ്യയെയും കളക്ടറെയും സംരക്ഷിക്കുന്ന തരത്തിൽ എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ആവശ്യമായ അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള നാടകമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ആശ്രയമെന്ന നിലയിലാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. CPM സർക്കാരും നടത്തിയ കള്ളക്കളികൾ
നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മനസ്സിലായ സാഹചര്യത്തിലാണ് സന്ദർശനമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. റെയിൽവേ വികസനം, ഭൂമി ഏറ്റെടുക്കലിന് വേഗം പോരാ എന്ന മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രിയുടെ കത്ത്. 2100 കോടിയിലേറെ രൂപ കേരളത്തിന് നൽകിയെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ റെയിൽവേ വികസന പദ്ധതികൾക്ക് വേണ്ടി 470 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് 2100 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന് കൈമാറിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 64 ഹെക്ടർ മാത്രമാണ് ഇതുവരെ ഏറ്റെടുത്തതെന്നും ഭൂമി ഏറ്റെടുക്കലിന് വേഗം കൂട്ടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ കത്തിൽ പറയുന്നു. വിവരാവകാശം, ഓൺലൈൻ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. വകുപ്പുകൾ വിവരമറിയുമെന്ന ചീഫ് സെക്രട്ടറി. പേര് സുപ്രീം കോടതിക്ക് കൈമാറുമെന്ന മുന്നറിയിപ്പ്. ഓൺലൈനായി വിവരാവകാശ അപേക്ഷ സ്വീകരിക്കാനും വിവരങ്ങൾ കൈമാറാനും സംസ്ഥാന സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വകുപ്പുകളുടെ പേരുകൾ സുപ്രീം കോടതിക്ക് കൈമാറുമെന്ന ചീഫ് സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്. ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലായിരുന്നു നിർദ്ദേശം. എല്ലാ സംസ്ഥാനങ്ങളും വിവരാവകാശ അപേക്ഷ സ്വീകരിക്കുന്നതിനായി ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തണമെന്ന സുപ്രീം കോടതി വിധി കേരളം നടപ്പാക്കിയിട്ടുണ്ടെന്നും യോഗം വിലയിരുത്തി. എന്നാൽ പല വകുപ്പുകളും സ്ഥാപനങ്ങളും വിട്ടുനിൽക്കുകയാണ്.